അല്ല അതിൽ വേറെ പ്രശ്നമുണ്ടേ, ബാക്കിയുള്ളവർക്കൊക്കെ പകുതി, നമ്മളത് മാത്രമേ കുറച്ച് ലേറ്റ് ആയത്. നേതൃത്വം നൽകുന്നത് ശ്രീ അമീർ അലി. ഇല്ല വേണ്ട. മൂന്നാമത്തെ പ്ലട്ടൂൺ ജില്ലാ പോലീസ് വനിതാ വിഭാഗം. പ്ലട്ടൂണിന് നേതൃത്വം നൽകുന്നത് ശ്രീ ഇന്ദിരാമണി. വിശിഷ്ടാതിഥിക്ക് ഉപചാരം അർപ്പിച്ചുകൊണ്ട് നാലാമതായി കടന്നു പോകുന്ന പട്ടൂൺ. ആറാമതായി വിശിഷ്ടാതിഥി ഉപചാരം അർപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നു ഫോറസ്റ്റിന്റെ പട്ടൂൺ. നയിക്കുന്നത് ശ്രീ രാകേഷ്, ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ, നിലമ്പൂർ. മലപ്പുറം പ്ലട്ടൂണിന് നേതൃത്വം നൽകുന്നു സുബി. തുടർന്ന് ശ്രീ അതുൽ വിശിഷ്ടാതിഥിക്ക് ഉപചാരം അർപ്പിച്ചുകൊണ്ട് GRF THS താനൂരിലെ ജൂനിയർ റെഡ് ക്രോസ് ബോയ്സ് നേതൃത്വം നൽകുന്നു റിയാസി എച്ച്. ഏറ്റവും അവസാനമായി അണിനിരക്കുന്ന ജൂനിയർ റെഡ് ക്രോസ് ഗേൾസ് GPHS മലപ്പുറം. പട്ടൂൺ കമാൻഡർ എത്രയും പെട്ടെന്ന് മാർച്ച് ചെയ്ത് ക്ലാസിലേക്ക് എത്തിച്ചേരുക. പട്ടൂൺ കമാൻഡർ വേഗത്തിൽ തന്നെ ഡാൻസിലേക്ക് എത്തിച്ചേരുക. ജൂനിയർ റെഡ് ക്രോസ് ബോയ്സ് JRC ബോയ്സ് ഒന്നാം സ്ഥാനം MSP EMHS. രണ്ടാം വലിയ ഇന്ത്യൻ ജനതയുടെ അക്ഷരാഭ്യാസം സ്വാതന്ത്ര്യലബ്ധിയുടെ കാലത്തെ കേവലം 12% നിന്ന് 75%-ലധികമായി ഉയർന്നിരിക്കുന്നു. വിദ്യാഭ്യാസത്തിൽ മാത്രമല്ല, ആയുർദൈർഘ്യം, പ്രതിശീർഷ വരുമാനം എന്നിവയിലൊക്കെ ഇന്ത്യ വളർന്നിരിക്കുന്നു. ഈ നേട്ടങ്ങളെല്ലാം ഉള്ളപ്പോഴും ഒട്ടേറെ ആശങ്കകളും നമ്മെ വേട്ടയാടുന്നു. വംശീയവും മതപരവുമായ വിഭാഗീയതകളും സംഘർഷങ്ങളും അവസാനിപ്പിക്കാൻ നമുക്കിനിയും കഴിഞ്ഞിട്ടില്ല. സാമൂഹ്യനീതി ഏറെ അകലെയാണ്. ദാരിദ്ര്യവും അസമത്വവും തുടച്ചു നീക്കാൻ എത്രയോ ദൂരം ഇനിയും പോകേണ്ടിയിരിക്കുന്നു. മതേതരത്വവും ഫെഡറലിസവും അടക്കമുള്ള ഭരണഘടനാ മൂല്യങ്ങൾ തന്നെ ചോദ്യം ചെയ്യപ്പെടുകയോ അട്ടിമറിക്കപ്പെടുകയോ ചെയ്യുന്നതായ സംശയം ഉടലെടുക്കുന്നു. എന്നാൽ നമ്മുടെ സംസ്ഥാനം രാജ്യത്തിനാകെ അനുകരണീയമായ മാതൃകയായി നിലകൊള്ളുന്നു. തുല്യത, സാമൂഹ്യനീതി, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നിങ്ങനെയുള്ള മകനീയ ആദർശങ്ങളാണ് ഈ രാജ്യത്തിൻ്റെ ആത്മാവ്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ക്ഷേമരാഷ്ട്ര സങ്കല്പം രാജ്യത്തെ ഏറ്റവും ഫലപ്രദമായും ആത്മാർത്ഥമായും ഈ ഭരണഘടനാ ലക്ഷ്യങ്ങൾ നിറവേറ്റിയത് കേരളമാണ് എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. സമഗ്രമായ കാർഷിക ഭൂപരിഷ്കരണം, സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം, സൗജന്യ ചികിത്സാ സൗകര്യങ്ങൾ, ഫലപ്രദമായ അധികാര വികേന്ദ്രീകരണം, സമ്പൂർണ്ണ വൈദ്യുതീകരണം, സമ്പൂർണ്ണ സാക്ഷരത, സമ്പൂർണ്ണ പാർപ്പിട ഭൂമി ലഭ്യത, സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, കാര്യക്ഷമമായ പൊതുവിതരണ ശൃംഖല എന്നിങ്ങനെയുള്ള നേട്ടങ്ങൾ നാം സ്വായത്തമാക്കുകയോ അതിനടുത്തേക്ക് എത്തുകയോ ചെയ്തിരിക്കുന്നു.